അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റജബ് മാസത്തിൽ നമ്മൾ ചോദിക്കുന്ന ബറക്കത്തുണ്ടല്ലോ, ആ ബറക്കത്ത് അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മളിങ്ങനെ ദുആ ചെയ്താൽ മാത്രം ബറക്കത്ത് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അതെല്ലാവരും ദ്വാരക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ജീവിതത്തിൽ ബറക്കത്തില്ല. എന്തേ? ദുആ കൊണ്ട് മാത്രം നമുക്ക് ബറക്കത്ത് കിട്ടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു 6 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ റജബിലും ശഅബാനിലും റമളാനിലും അത് കഴിഞ്ഞ് ശവ്വാലിലും ജീവിതത്തിൽ ഒട്ടമാനം, അപ്പോൾ ഈ വർഷം മുഴുവനും നമുക്ക് ബറക്കത്ത് കിട്ടാൻ ഒരു 6 കാര്യം ശ്രദ്ധിക്കുക. 6 കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ 6 കാര്യം ചെയ്യാതിരിക്കുക, ഉപേക്ഷിക്കുക. എങ്കിൽ ജീവിതത്തിൽ എമ്പാടും നമുക്ക് ബറക്കത്തുണ്ടാകും ഇൻഷാ അല്ലാഹ്. ആ 6 കാര്യം ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. വിശുദ്ധമായ റജബ് മാസം തുടങ്ങുമ്പോൾ നബിതങ്ങൾ സുഹാബിമാരോട് പതിവാക്കാൻ പറഞ്ഞിരുന്ന ആ ബറക്കത്തിനെ ചോദിച്ചിട്ടുള്ള ദുആ ഒരു 3 വട്ടം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. എല്ലാവരും പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹു തആല റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നമുക്ക് എല്ലാവിധത്തിലുള്ള ബറക്കത്തും റഹ്മത്തും അല്ലാഹു തആല നിറച്ചു തരുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിലേക്ക് നമ്മളെ എത്തിക്കുകയും ആ റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ റജബ് മാസം നിലാവ് കണ്ടു, പിറ കണ്ടു എന്ന് അറിഞ്ഞ ആ ഒരു സമയം മുതൽ നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലുമൊക്കെ മുഅ്മിനീങ്ങളായ എല്ലാവരും പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ദുആയാണ് നമ്മളിപ്പോൾ ഓതി വെച്ചത്. ഇതിൽ ആദ്യം നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബാരിക്, അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണം, ബറക്കത്ത് ചെയ്യണം. നമുക്കൊന്ന് ഇന്ന് പഠിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടുന്ന 6 കാര്യങ്ങൾ, ബറക്കത്ത് കിട്ടുന്ന 6 കാര്യങ്ങൾ, ബറക്കത്ത് നഷ്ടപ്പെടുന്ന 6 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ആ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും. ഇനി പറയുന്ന 6 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ജീവിതത്തിൽ നിന്നും ബറക്കത്ത് നഷ്ടപ്പെടും. അല്ലാഹു ബറക്കത്തുള്ളവരായി നമ്മളെ ഖബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ബറക്കത്ത്? നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ബറക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വളർമ, ഉന്നതി, അതുപോലെ സമൃദ്ധി, ഐശ്വര്യം, തികയുക എന്നൊക്കെ നമുക്കത് അതിനർത്ഥം വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ സാധാരണ ഞാൻ പറയാറുള്ളൊരു 2 ഉദാഹരണമുണ്ട്. ഒരാൾക്ക് 15,000 രൂപയാണ് ഒരു മാസം സാലറി ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ആ 15,000 രൂപ അൽഹംദുലില്ലാ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഒക്കെ തികയുന്ന ഒരവസ്ഥ. ആ മാസം അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, വലിയ കടങ്ങളൊന്നുമില്ലാതെ പോകാൻ പറ്റും. എന്നാൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് 1 ലക്ഷം രൂപയാണ്, 1 ലാഖാണ് ഒരു മാസം സാലറി കിട്ടുന്നത്. പക്ഷേ ഒരു 1-ാം തീയതി പൈസ കിട്ടി, ഒരു 5-ാം തീയതി ആകുമ്പോൾ എല്ലാം തീർന്നു പോകുന്ന ഒരവസ്ഥ. അതിലെന്താണ്? ബറക്കത്തില്ല എന്ന് പറയാം. ഒരു വീട്ടിൽ 10 മക്കളുണ്ട്. ആ 10 മക്കൾ വലിയ ജോലിയുള്ളവരാണ്. 10 മരുമക്കൾ, അവർക്കൊക്കെ വലിയ ജോലിയാണ്. വീട്ടിൽ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. പക്ഷേ ഉമ്മയും വാപ്പയും നോക്കാൻ മക്കൾക്ക് സമയമില്ല, ടൈമില്ല. അവർ ഭയങ്കര തിരക്കിലാണ്, ബിസിനസ്സിലാണ്. വാപ്പാനെ ഉമ്മാനെ നോക്കാൻ വേണ്ടി വീട്ടിൽ മക്കൾക്ക് പകരം ഒരു ഹോം നേഴ്സിനെ വെച്ചിരിക്കുകയാണ്. എങ്കിൽ ആ കുടുംബത്തിലൊരു ബറക്കത്ത്, ആ മക്കളെ കൊണ്ടൊരു ഖൈറില്ലെന്ന് പറയാം. കാരണം എത്ര തിരക്കാണെങ്കിലും ഉമ്മാനെ വാപ്പാനെ നോക്കുന്ന മക്കളിലാണ് ബറക്കത്തുള്ളത്. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു മകനായിരിക്കും, അല്ലെങ്കിൽ ഒരു മോളായിരിക്കും. സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കാൾ വളരെയധികം സ്നേഹത്തോടെ അനുകമ്പയോടെ ആയിരിക്കും ആ ഉമ്മയെയും വാപ്പയെയും ആ ഒരു മകൻ അല്ലെങ്കിൽ ആ ഒരു മകൾ നോക്കുന്നത്. അവരിലാണ് ബറക്കത്തുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി നബി തങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തിയിരുന്ന ബറക്കത്തിനെ ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് നബി തങ്ങൾ റജബ് മാസമാകുമ്പോൾ പറയുന്ന ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അതല്ലാതെ എല്ലാ മാസത്തിലും മുത്തായ ഹബീബ് ചെയ്യുന്ന ദുആകളിൽ പെട്ട ഒരു ദുആയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പിന്നെ ഈ ബറക്കത്ത് കിട്ടാൻ 6 കാര്യം വേണമെന്ന് പറഞ്ഞല്ലോ, അതിൽ 1-ാമത്തെ കാര്യമാണ് ദുആ ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലമിന റിസ്ഖ ലികുല്ലി ഹയ്യിൻ ഖലഖഹു. അല്ലാഹു തആല നമ്മളെയൊക്കെ സൃഷ്ടിച്ചു, മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും റിസ്ക്കിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, നമ്മുടെ ഭക്ഷണം, അതുപോലെ വസ്ത്രം, അതുപോലെ വെള്ളം, അതൊക്കെ അള്ളാഹു ഏറ്റെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്കത് തരും. അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. റിസ്ക് തരുക, ഭക്ഷണം തരുക. പക്ഷെ അള്ളാഹു ഏറ്റെടുക്കാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ബറക്കത്താണ്. നമ്മുടെ വീട്ടിൽ
നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, എല്ലാത്തിലും എന്തു വേണം? ബറക്കത്ത് വേണം. ആ ബറക്കത്തില്ല എങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ ഈ റജബ് മാസത്തിലും ശഅബാനിലും ഇനിയുള്ള സമയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദുആ ചെയ്യുക. മലയാളത്തിൽ പറഞ്ഞാൽ മതി, അല്ലാഹുവേ പടച്ചവനെ എൻ്റെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ. അല്ലേ, ഉസ്താദുമാരോടൊക്കെ പറയാറുണ്ടല്ലോ പലരും, ഉസ്താദേ ബറക്കത്തിന് വേണ്ടി ദുആ രക്കണേ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ. ഉസ്താദിനെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് പോയാൽ പോരാ, സ്വന്തം കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ സ്വന്തമായി നമ്മൾ ദുആ രക്കണം, സ്വന്തമായി ദുആ രക്കണം. ഇവിടെ നബിതങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിരുന്ന ഒരു ദുആ നമുക്ക് പഠിക്കാം. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന, സുനനിൽ കൊണ്ടുവരുന്ന ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹ് ഉസ്താദേ, ഇത് ഭയങ്കര വലിയ ദുആയാണല്ലോ, ഞങ്ങൾ അങ്ങനെ പറയും. ഇത് കാണാതെ പഠിക്കണമെന്നില്ല. ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബുക്ക്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതുന്ന ബുക്ക്, ആ ബുക്കിലേക്കൊന്ന് എഴുതിയെടുത്താൽ മതി. എന്നിട്ട് നമ്മളത് പറയും. നിസ്കാരങ്ങൾക്ക് ശേഷം ആ ബുക്ക് എടുത്ത് നോക്കിയിട്ട് നമുക്ക് നോക്കി പറയാം. അല്ല, ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്ക്, എന്നിട്ട് നമുക്കത് പറയാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കണ്ട് ചെയ്ത ദുആയാണ്. ഈ ദുആ മറന്നു പോകരുതേ, മറക്കാതെ നമ്മൾ പറയണേ. ഉസ്താദ്, ഓരോ വീഡിയോയിൽ ഇങ്ങനെ വ്യത്യസ്തമായ ദുആയും ദിക്റൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ പറയും, ഞങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കും? ഇത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ, നമുക്ക് പറ്റുന്നത് പോലെ പറയാം. ഒരുപാട് ദുആകൾ നമ്മൾ പഠിക്കുമ്പോൾ, ഒരുപാട് ദിക്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ ഏതായാലും പറയാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്റും കൂടി നമ്മൾ ഒന്ന് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പഠിച്ചു വെക്കുകയോ ചെയ്യുക. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കാഴ്ചകൾ, ഞങ്ങളുടെ കേൾവികൾ, അതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിലും, വ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ, വ ദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ, വ തുബ് അലൈനാ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, നീ തൗബ സ്വീകരിക്കുന്നവനാണ്, നീ കരുണയുള്ളവനാണ്. ഭയങ്കര അർത്ഥമുള്ള ഒരു ദുആയാണിത്. കുടുംബത്തിൽ ബർക്കത്തില്ലെങ്കിൽ, ഒരു സമാധാനമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടെന്താ? വലിയ കച്ചവടക്കാരനാ, ഭയങ്കര ബിസിനസ്സുകാരനാ, പക്ഷെ വീട്ടിലൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, മക്കളെ കൊണ്ട് ഇടങ്ങേറാൻ, ഭാര്യയെ കൊണ്ട് ഇടങ്ങേറാൻ, അല്ലെങ്കിൽ നല്ല ഒരു സഹോദരി, അവരെ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, എല്ലാം ഉണ്ട്, പക്ഷെ ഭർത്താവ് വന്നാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ അങ്ങനെ സഹോദരിമാർ ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, എനിക്കൊരു പ്രയാസവും ഇല്ല, അൽഹംദുലില്ലാ വളരെ റാഹത്താണ്, ശരീരത്തിന് ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷേ ഭർത്താവിനെ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മൂപ്പരുടെ ആ മോശപ്പെട്ട സംസാരം, മോശപ്പെട്ട പ്രവൃത്തി കൊണ്ട് വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഇണകൾ, നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, എല്ലാവരുടെയും സ്വഭാവം നന്നാവണം, എല്ലാവരുടെയും പെരുമാറ്റം നന്നാവണം, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവണം. അതിലൊന്നാമതായി വേണ്ടത് ഇതാണ്, ദുആരക്കുക. അപ്പോൾ ഈ ദുആ പഠിച്ചില്ലേ, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ദുആ ചെയ്യുക. ഇത് ഈ ഒരു ദുആ തന്നെ പറയണമെന്നില്ല, ഈ ദുആ തന്നെ പറയണമെന്നില്ല, ഇത് പഠിച്ചാൽ ഇത് നബിതങ്ങൾ ചെയ്ത ദുആയാണ്. ഇതെല്ലാം നമുക്ക് മലയാളത്തിൽ പറയാം. അല്ലാഹുവേ, എൻ്റെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ, എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, ഐശ്വര്യം തരണേ, നമുക്ക് മലയാളത്തിലും ദ്വാരക്കാം. രണ്ടാമത്തെ കാര്യം, അഫ്ശു സലാം, സലാമിനെ വ്യാപിപ്പിക്കുക. എല്ലാവരോടും സലാം പറയുക. സ്ത്രീകൾ സ്ത്രീകളോട്, പുരുഷന്മാർ പുരുഷന്മാരോട്, കുടുംബാദികളോട് ഒക്കെ സലാം പറയുക. ഇവിടെ സലാം പറയുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദിനോട് സലാം പറയും, ഉസ്താദ് മറ്റുള്ളവരോട് സലാം പറയും, എല്ലാം ഉണ്ട്. പക്ഷേ സലാം പറയാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയോ? വീട്ടിലാണ്, അല്ലേ? വീട്ടിൽ നമ്മൾ സലാം പറയൽ കുറവാണ്, ബാക്കി എല്ലാവരോടും സലാം പറയും, വീട്ടിൽ പോയാൽ സലാം പറയൂല. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്നു, സേവകനായിരുന്നു 10 വർഷത്തോളം. അപ്പോൾ നബിതങ്ങൾ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ പെട്ട ഒരു ഉപദേശമാണ്, യാ ബുനയ്യ, ഓ അനസേ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് കടന്നാൽ, വീട്ടിൽ ആരാ ഉള്ളത്? നമ്മുടെ ഭാര്യ ഉണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും, ഉമ്മ ഉണ്ടാവും, വാപ്പ ഉണ്ടാവും, സഹോദരൻ ഉണ്ടാവും, സഹോദരി ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ വീട്ടിലേക്ക് കടന്നാൽ ഫസല്ലിം, നീ സലാം പറയണം.
പുറത്തിറങ്ങുമ്പോൾ സലാം പറയണമെന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ ചന്തയിലേക്ക് ഇറങ്ങുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ സലാം പറയണമെന്നല്ല. വീട്ടിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ സലാം പറയാത്ത സ്ഥലം അവിടെയാണ്. നബി തങ്ങൾക്കറിയാം എത്ര പേര് ഭാര്യമാരോട് സലാം പറയാറുണ്ട്, ഭാര്യമാർ എത്ര പേര് ഭർത്താക്കന്മാരോട് സലാം പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ ബെല്ലടിക്കുന്നു, അപ്പോൾ നോക്കുമ്പോൾ ഭർത്താവാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ആദ്യം എന്താ പറയണം? ഹലോ എന്താ, അല്ലേ? ഭാര്യമാർ അങ്ങോട്ട് ചോദിക്കും. തിരിച്ച് ഭർത്താക്കന്മാരാണെങ്കിലോ പറ, അതെങ്ങനെയല്ലേ ചോദിക്കാറ്, അല്ലാതെ സലാം അലൈക്കും സലാം പറയാറുണ്ടോ? സലാം പറയാൻ കുഴപ്പമില്ല, പക്ഷെ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. എങ്ങനെ പറയും? ഭാര്യയോട് എങ്ങനെയാണ് സലാം പറയുക? ഭർത്താവിനോട് എങ്ങനെയാണ് സലാം പറയുക? മക്കളോട് എങ്ങനെ സലാം പറയും? മക്കൾ തിരിച്ചെങ്ങനെ ഉമ്മാനോട് പറയും, വാപ്പാനോട് പറയും? ഭയങ്കര എന്നാൽ സലാം പറയണമെന്നറിയാം, പക്ഷെ പറയില്ല. എന്തോ ഒരു നാണം, എന്തോ ഒരു തടസ്സം അവിടെ, അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന കാലത്തോളം ബറക്കത്തില്ലായ്മ വീട്ടിലുണ്ടാകും. അപ്പോൾ ഒന്നാമതായി ബറക്കത്തുണ്ടാകുന്ന കാര്യം എന്താണ്? ദുആ ചെയ്യലാണ്. രണ്ടാമതായി സലാം പറയണം. എവിടെ? കുടുംബത്തിൽ സലാം പറയണം. അതാണ് പറയുക, യകുൻ ബറക്കതന അലൈക വഅലാ അഹ്ലി ബൈതിക. നിനക്കും നിന്റെ കുടുംബാദികൾ, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ ഉമ്മ വാപ്പ എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞാൽ. വീട്ടിലേക്ക് കടക്കുമ്പോൾ വലതുകാല് കൊണ്ട് കടക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. വീട്ടിലുള്ള ആരാണോ ഉള്ളത് അവരോട് സലാം പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുക. ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയുക. ഫോൺ ഭാര്യയാണ് വിളിക്കുന്നത്, ഭർത്താവാണ് വിളിക്കുന്നത്, അങ്ങോട്ട് സലാം പറഞ്ഞേക്കുക. ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എങ്ങനെ സലാം പറയണം? അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആരും വീട്ടിലില്ല എങ്കിൽ, അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടാവുമല്ലോ. അത് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് അനുസരിച്ച് ജീവിക്കാനും പറ്റുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഇനി മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബറക്കത്തുണ്ടാവാൻ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സുലത്തുർ റഹം, കുടുംബ ബന്ധമാണ്. അത് പറയുമ്പോൾ പലർക്കും ഭയങ്കര പ്രശ്നമാണ്. പലർക്കും ഭയങ്കര ഉസ്താദുമാരോട്, അത് പറയുന്നവരോട് ഭയങ്കര വെറുപ്പാണ്. പിന്നെ ഒരു സ്ഥലത്ത് ഒരു ഉസ്താദ് പ്രസംഗിക്കാൻ പോയി, ഒരു വാതിലിന് പോയി. അപ്പോൾ ആ ഉസ്താദ് കുടുംബ ബന്ധത്തെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞത്, നമ്മൾ ഈ ഇരിക്കുന്ന ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ സ്വലാത്തും ദിക്റൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പിണങ്ങിയവരോട് നമ്മൾ ഇണങ്ങണം, കുടുംബബന്ധം ചേർക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഒരു നിസ്കാരവും ശരിയാവൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പള്ളിയിൽ പ്രസിഡന്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഉസ്താദ് നിർത്തിക്കേ, നിങ്ങൾ എന്തുട്ടാ പറയുന്നത്? അതായത് ബാക്കി ഞാൻ പറയുന്നില്ല, അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, മൂപ്പര് പലരോടും പിണങ്ങിയിരിക്കുകയാണ്. അത് നാട്ടിലെല്ലാവർക്കും അറിയാം. ആ പള്ളിയിലെ പ്രസിഡന്റ് മിക്ക ആളുകളോടും പിണങ്ങിയിട്ടുണ്ട്. അത് നാട്ടുകാർക്കൊക്കെ അറിയാം, മഹല്ലുകാർക്ക് അറിയാം. അപ്പോൾ ആ മൂപ്പര് ഇരുത്തിയിട്ട് ഉസ്താദ് അറിഞ്ഞിട്ട് പോലും ഇല്ല കാര്യം. ഉസ്താദ് പ്രസംഗത്തിന്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മൂപ്പര് കരുതിയിട്ട് ഭയങ്കര ഒരു പ്രശ്നമുണ്ടായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു വന്നത്, ആരെന്ത് പ്രശ്നമുണ്ടായാലും സത്യം പോലെ പറയണ്ടേ. അതുകൊണ്ട് വലിയ വിഷയമുള്ളൊരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. കുടുംബ ബന്ധം എപ്പോഴൊക്കെ നമ്മൾ തകരുന്നോ, നമ്മൾ ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, വാപ്പയോട്, മക്കളോട്, സഹോദരിയോട്, സഹോദരങ്ങളോട് അവരോടൊക്കെ പിണങ്ങിയിരിക്കുന്ന കാലത്തോളം നമുക്കൊരു പിണക്കുണ്ടാവരുത്. അവർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് പിണക്കുണ്ടാവും, നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്തേക്ക്. നമ്മൾ എത്ര കാലം ദുനിയാവിലുണ്ടാവും? എത്ര കാലം ഉണ്ടാകും? നമ്മൾ ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന ദുആയും ദിക്റും സ്വലാത്തൊക്കെ സ്വീകരിക്കേണ്ട പടച്ചോൻ. തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ളുഹാ നിസ്കരിക്കാറുണ്ട്, ഒരുപാട് സ്വതക്ക കൊടുക്കാറുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയട്ടെ, കുടുംബ ബന്ധം നമ്മൾ മുറിക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ദുആ രക്കുക. രണ്ടാമത്തേത് സലാം പറയുക. മൂന്നാമതായി നമ്മൾ പഠിച്ചത് കുടുംബ ബന്ധം ചേർക്കുക. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ തുആം, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവർക്ക് ഭക്ഷണം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പാവപ്പെട്ട ഒരാൾ വന്നു, എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ഒരു 10 രൂപയോ 20 രൂപയൊക്കെ കൊടുക്കൂലേ? അപ്പോൾ ആ സമയത്ത് ചുമ്മാ ഒന്ന് പറയണം, എന്നാ ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചോ. അങ്ങനെ ഒരു നീയത്തിൽ കൊടുക്കണം. നമ്മൾ വെറുതെ ഒരു 10 രൂപ കൊടുക്കുന്നതും ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയാൾ അതെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ നമ്മൾ വ്യത്യാസമുണ്ട്. ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, പാവപ്പെട്ട ഒരാൾ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അയാൾക്ക് കൊടുക്കുന്ന പൈസ നമ്മൾ എന്ത് കരുതി കൊടുക്കണം? ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ്, അതായത് ഫുഡ് കഴിച്ചിട്ട് ഇത് കൊണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് ആ ഒരു നീയത്ത് നമ്മൾ കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. അതല്ല, നമ്മളിപ്പോൾ അതിഥി സൽക്കാരം നടത്താറുണ്ട്. പിന്നെ ഇപ്പോൾ റജബ് മാസമാണ്, അപ്പോൾ നമ്മുടെ ബന്ധത്തിൽ ആർക്കെങ്കിലുമൊക്കെ നോമ്പുണ്ടെങ്കിൽ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അതൊക്കെ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്ന കാര്യമാണ്. ഇനി അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, മുതിർന്നവരെ ബഹുമാനിക്കുക, താഴ്ന്നവരോട് കരുണ കാണിക്കുക. അതും ബറക്കത്തുണ്ടാകുന്ന വലിയൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലം യർഹം സ്വഗീറനാ വയഅരിഫ് ഹഖ്ക കബീറനാ
സഗീറന ഫലൈസ മിന്ന ഫഇന്നൽ ബറകത ഫീ അകാബിരിന. അതായത് മുതിർന്നവരെ ബഹുമാനിക്കുക, നമുക്ക് താഴെയുള്ളവരോട് കരുണ കാണിക്കുക, നമുക്ക് മുതിർന്ന നമ്മളെക്കാൾ പ്രായമുള്ളവരെ ആദരിക്കുക, ബഹുമാനിക്കുക. അതെന്താണ്? അത് വലിയ ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഫലൈസ മിന്ന, അവർ നമ്മിൽ പെട്ടവനല്ല എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി, അതായത് അവൻ മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈമാൻ ഇല്ലാതെയാവാം, അല്ലെങ്കിൽ അവൻ പേരുകൊണ്ട് മാത്രമാണ് മുസ്ലിം, അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും ഈ ഒരു ഹദീസിന് മഹത്തുക്കൾ വെച്ചിട്ടുണ്ട്. ഫഇന്നൽ ബറകത ഫീ അകാബിരിന, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കച്ചവടത്തിലൊക്കെ ബറക്കത്ത് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുതിർന്നവരെ, അത് നമ്മുടെ വീട്ടിലുള്ളവരാവട്ടെ, നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക നമ്മുടെ കൂടെയുള്ള മുതിർന്നവർ, അവരെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലുമാണ്. ഇന്നിപ്പോൾ തന്തവൈബ് എന്ന് പറയുന്ന കാലമാണ് അല്ലേ, തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പറയുന്ന കാലമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഒരു മലയാള പത്രം വലിയ ഒരു സർവേ നടത്തി. ആ സർവേയിൽ 2024 ഏറ്റവും കൂടുതൽ യുവാക്കൾ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വാക്ക്, അതുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തിയപ്പോൾ കൂടുതലായ ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ ഉപയോഗിച്ചത്, സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തത് തന്തവൈബ് എന്നൊരു വാക്കാണ്. അതായത് നമ്മേക്കാൾ മുതിർന്ന ആളുകൾ നമ്മെ എന്തെങ്കിലും ഉപദേശിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ഉപദേശിച്ചാൽ, അല്ലെങ്കിൽ അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ, ഓ താനെന്താണ് ഈ തന്തവൈബ് പറയുന്നത്, അതായത് തന്തയെപ്പോലെ എന്തിനാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ തന്ത പറയുന്ന വാക്ക്, വാപ്പ അല്ലെങ്കിൽ മുതിർന്നവർ അവർ പറയുന്നത് പോലെയുള്ള വാക്കാണല്ലോ താൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, അവരെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു വാക്കാണ് തന്തവൈബ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു തരം കാർന്നവന്മാരുടെ, പഴയ ഉപ്പാപ്പമാരെ, ഉമ്മുമ്മമാരുടെ അവരുടെ ഒരു ശൈലിയാണല്ലോ എന്ന് പറയുന്ന ആ ഒരു വാക്കാണത്. ഒരിക്കലും അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. തന്തമാര് അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവർ അവർ പറയുന്നത്, കാരണം അവരൊക്കെ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഉള്ളതാണ്. നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും, ഇപ്പോൾ നമ്മൾ ഫാൻ ഉപയോഗിക്കുന്നു, ലൈറ്റ് ഉപയോഗിക്കുന്നു അല്ലേ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ഇതൊക്കെ ആരുണ്ടാക്കിയത്? നമുക്ക് മുൻപ് കടന്നുപോയ ആളുകൾ, അവരൊക്കെ തുടക്കം വെച്ചതാണ്, അവരൊക്കെ തുടങ്ങിയതാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അവരൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഭക്ഷണമൊക്കെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത്, മുതിർന്നവരെ ബഹുമാനിക്കുക. അത് വീട്ടിലുള്ള ഉമ്മയാവട്ടെ, വാപ്പയാവട്ടെ, നമ്മുടെ ജ്യേഷ്ഠനാവട്ടെ, നമ്മുടെ ജ്യേഷ്ഠതയാവട്ടെ, ഇനി നമ്മുടെ താഴെയുള്ളവർ, നമ്മുടെ അനുജൻ, അനുജത്തി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ, അവരൊക്കെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ അവരോട് കരുണയോടുകൂടി പെരുമാറുക. നമ്മേക്കാൾ മുതിർന്നവരാണെങ്കിൽ അവരെ ബഹുമാനിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്ന 5ാമത്തെ കാര്യം. ഇനി 6ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ റജബ് മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക. സുന്നത്തുകൾ കൂടുതൽ ചെയ്യും തോറും, അതായത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുന്നത്ത് ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടും. മുത്തുനബി ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ്? അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവാൻ കാരണമാണ്. അതുകൊണ്ട് പരമാവധി സുന്നത്തായ കാര്യങ്ങൾ, അത് ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്തുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്തുണ്ട്, ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാല് കൊണ്ട് ചെരുപ്പ് ധരിക്കുക, വീട്ടിൽ കിടക്കുമ്പോൾ വലതുകാല് കൊണ്ട്, അതുപോലെ തന്നെ വാഹനത്തിൽ കയറുന്ന സമയത്ത് അതിൻ്റെതായ ദുആയുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയണം. എത്രയോ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടും. അപ്പോൾ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുന്നത്തായ നോമ്പുകൾ അല്ലെ, റജബ് മാസത്തിൽ ഒരുപാട് നോമ്പ് നമുക്ക് പിടിക്കാം സുന്നത്തായിട്ട്. റജബ് മാസം മുഴുവനും നോമ്പ് പിടിക്കണം എന്നൊന്നുമില്ല. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 നിന്ന് ഒരു നോമ്പ്, 2ാമത്തെ 10 നിന്ന് ഒരു നോമ്പ്, 3ാമത്തെ 10 നിന്ന് ഒരു നോമ്പ്, അങ്ങനെ ഒരു 3 നോമ്പ് പിടിച്ചാലും മതി. ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബി എനിക്ക് റജബ് മാസത്ത് നോമ്പ് പിടിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ വൃദ്ധനാണ്, എനിക്ക് കൂടുതൽ നോമ്പ് പിടിക്കാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ്, ആദ്യത്തെ 10, 2ാമത്തെ 10, 3ാമത്തെ 10. റജബ് മാസത്തെ 3 10ആക്കിയാൽ ആ ഓരോ 10ൽ നിന്നും ഓരോ നോമ്പ് പിടിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുക. അപ്പോൾ ഈ കാര്യം മറന്നു പോകരുത്. അപ്പോൾ ബറക്കത്ത് കിട്ടുന്ന 6 കാര്യങ്ങൾ: 1 ദുആ രക്കുക, 2ാമത് സലാം പറയുക, 3ാമത് നമ്മൾ കുടുംബ ബന്ധം ചേർക്കുക, 4ാമത് ഭക്ഷണം ഇത്വാം കൊടുക്കുക, 5ാമതായി നമ്മൾ പറഞ്ഞത് മുതിർന്നവരെ ബഹുമാനിക്കുക, 6ാമതായി പറഞ്ഞത് സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക. ഈ 6 കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, വെള്ളത്തിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്ത്, വലിയ ഐശ്വര്യം ഉണ്ടാകും. ഈ 6 കാര്യം ഇല്ല എങ്കിൽ, ഈ 6 കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ 6 കാര്യം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ലായ്മയുണ്ടാകും. അപ്പോൾ ബറക്കത്തുണ്ടാകുന്ന 6 കാര്യം, ഈ 6 കാര്യം ചെയ്തില്ല എങ്കിൽ ബറക്കത്ത് കേട് ഉറപ്പാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ബറക്കത്ത് ഉണ്ടാകുന്ന കാര്യം, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യം. അപ്പോൾ ഈ 6 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പ്രധാനമായി നമ്മൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദുആ അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ 6 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് റജബ് മാസത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ സലാം പറയാറുണ്ടാവില്ല, സലാം പറയണം. ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാറുണ്ടാവില്ല, ഭക്ഷണം കൊടുക്കണം. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചവരുണ്ടാകും, കുടുംബബന്ധം ചേർക്കണം. അപ്പോൾ ബറക്കത്തുണ്ടാക്കി എടുക്കണം ഈ റജബിലും ഷഅബാനിലും ഇനിയുള്ള മാസങ്ങളിലും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ ഇത് പഠിക്കട്ടെ, അവരൊക്കെ മനസ്സിലാക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഈ റജബ് മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ പരിപൂർണമായി കബൂലാക്കണേ റഹ്മാനെ. സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹു, ഒരുപാട് പേര് ഞങ്ങളുടെ കമൻറ്റിലൂടെ രോഗമാണ് ഉസ്താദെ, ഒരുപാട് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദുആവസിയത്ത് പറയാറുണ്ട്. ആയിരക്കണക്കിന് ദുആവസിയത്താണ് ഓരോ വീഡിയോകൾക്ക് താഴെ വരുന്നത്. അല്ലാഹു, ആരെല്ലാം എന്തെല്ലാം ദുആവസിയത്ത് പറയുന്നുണ്ടോ, ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ, ചില ആളുകൾക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ, ശാരീരികമായ മാനസികമായ പ്രതിസന്ധികൾ മാറ്റി തരട്ടെ, കടങ്ങൾ മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.